ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അന്തകൻ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള നടപടികൾ വി.ഡി. സതീശൻ ഗവൺമെൻറ് ത്വരിതഗതിയിലാക്കണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി അല്ല എന്നും കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കാത്തതിനാൽ അയോഗ്യനാണ് എന്നും ഹൈക്കോടതി പിണറായി വിജയൻ ഗവൺമെൻറ് കാലഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അടിവരയിട്ട് വിധിയിലൂടെ ഉറപ്പിച്ചതാണ്. അതിന് പകരമായി വെള്ളാപ്പള്ളി നടേശൻ്റെ കാലഘട്ടത്തിലുള്ള ഡയറക്ടർമാരെയൊക്കെ മാറ്റി പുതിയ ഡയറക്ടർമാരെ വെച്ച് അഡ്വോക്കേറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും കോടതി ഉത്തരവ് പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് അടുത്ത ഒരു മാസത്തേക്ക് താൽക്കാലികമായി വെള്ളാപ്പള്ളി നടേശന് തുടരാനുള്ള അനുമതി കോടതി നൽകിയിട്ടുള്ളത് എന്നും എല്ലാവർക്കും അറിയാം. ആ ഒരു മാസം എന്നത് ജൂൺ മാസത്തിൽ അവസാനിക്കുകയാണ്. ജൂൺ മാസത്തിൽ അവസാനിക്കുമ്പോൾ പകരം ഒരു ഭരണസമിതി, താൽക്കാലിക ഭരണസമിതി എങ്കിലും വെക്കുവാനുള്ള ആർജവം പിണറായി ഗവൺമെൻറ് കാട്ടിയില്ല എങ്കിലും ശ്രീ വി.ഡി. സതീശൻ ഗവൺമെൻറ് കാട്ടുമോ എന്ന് ശ്രീനാരായണ വിശ്വാസികൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണുകയാണ്. പറഞ്ഞ വാക്ക് പാലിക്കാൻ സതീശനും കൂട്ടാളികൾക്കും കഴിയുമോ എന്ന ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. രണ്ട് മാർഗങ്ങളാണ് പ്രധാനമായും വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൽ നിന്നും പുറത്താക്കുവാനായി ഇന്ന് കേരളത്തിൽ ഭരണത്തിലെത്തുന്ന ഗവൺമെൻറ്റിൻ്റെ കൈവശം ഉള്ളത്. ഒന്ന്, 2021 വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ നിർദ്ദേശാനുസരണം ഇലക്ഷൻ നടത്തുവാൻ നിയമിതനായ വക്കീല് കൃത്യമായൊരു നിർദ്ദേശം വെച്ചിരുന്നു. ഒരാൾ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ അയാൾക്ക് ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ DIN എന്ന സാധനം ഉണ്ടായിരിക്കണമെന്ന്. അപ്പോൾ DIN നമ്പർ ഉള്ളവർക്ക് മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടുള്ളൂ എന്ന് 2021 വിജ്ഞാപനത്തിൽ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ നിയമിച്ച വക്കീല് തന്നെ കൃത്യമായി നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ന് സ്ഥാനാർത്ഥികളായി വന്നവരുടെ നോമിനേഷൻ പേപ്പറുകൾ തള്ളപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനും കൂട്ടാളികളായ 3 പേർക്കും ഈ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് DIN നമ്പർ ഉണ്ടായിരുന്നില്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി നടേശന് എതിരായി മത്സരിക്കുവാൻ അനുമതി ലഭിച്ച DIN നമ്പറുള്ള ആളുകൾ അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ സമർപ്പിക്കുകയും വെള്ളാപ്പള്ളി നടേശനെയും സോമനെയും പുറത്താക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ 2 DIN നമ്പർ ശിക്ഷാർഹമാണ് എന്നുള്ളതുകൊണ്ട് 2 DIN നമ്പറുള്ള ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിക്കുവാൻ വന്ന ആളുകളെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടു. അപകടം മനസ്സിലാക്കിയ റിട്ടേണിംഗ് ഓഫീസർ വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച മേടിച്ച് തിന്നുന്ന ആളായതുകൊണ്ട് സ്വയം രാജിവെച്ച് പോവുകയും ഇലക്ഷൻ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തതാണ് 2021 അരങ്ങേറിയ നാടകം. ഇന്ത്യയുടെ ഇലക്ഷൻ പ്രൊസീജിയർ അനുസരിച്ച് ഒരു ഇലക്ഷൻ തുടക്കമിട്ട് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പൂർത്തീകരിക്കുന്നിടം വരെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പോലും ഇലക്ഷൻ കേസുകളിൽ ഇടപെടാറില്ല. അങ്ങനെ അന്ന് നടന്ന ഇലക്ഷൻ വീണ്ടും പുനഃപരിശോധിക്കുവാനും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാനും അന്ന് യോഗ്യരായിട്ടുള്ളവരെ ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുവാനും
സർക്കാർ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇന്ന് SNDP യോഗത്തിലുള്ളൂ എന്ന യാഥാർത്ഥ്യം വി ഡി സതീശനും ഐക്യജനാധിപത്യ മുന്നണിയും തിരിച്ചറിയണം എന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തേതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ വേണമെങ്കിൽ വെക്കാം എന്നുള്ളത്. എന്നാൽ ഏറ്റവും ലഘുവായിട്ടുള്ളതും ലളിതമായിട്ടുള്ള പരിഹാരം 2021 ഇലക്ഷന് മത്സരിക്കാൻ യോഗ്യത നേടിയ ആളുകളെ എതിരില്ലാതെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ പ്രൊസീജിയർ പൂർത്തീകരിക്കുന്ന കോടതിയിൽ വ്യവഹാരത്തിലിരിക്കുന്ന വിഷയത്തിന് പരിഹാരമുണ്ടാക്കിയാൽ മാത്രം മതി എന്ന് വി ഡി സതീശൻ ഗവൺമെൻറ്റും ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വവും മനസ്സിലാക്കണമെന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. അതല്ല, വെള്ളാപ്പള്ളി നടേശനെ വീണ്ടും അരിയിട്ട് വാഴിക്കുവാൻ UDF നേതൃത്വം ശ്രമിച്ചാൽ അത് അപകടകരമായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.